ഡോക്ടർ DBSR എന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. ആ പ്രൊഡക്റ്റിന്റെ പേരാണ് നമ്മുടെ ഫുൾ NDC എന്ന് പറഞ്ഞിട്ട്. ഈ ഫുൾ NDC വന്നിട്ട് നമുക്ക് കോൺസ്റ്റിപ്പേഷന് മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ മലബന്ധം എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? നമുക്ക് മലബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്നും നമുക്ക് ബാത്റൂമിൽ പോകുമ്പോൾ എടുക്കുന്ന ടൈമിങ്, നമുക്ക് പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പലരും ഫോണിന്റെ അഡിക്ഷൻ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇന്ന് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നതും ഈ കോൺസ്റ്റിപ്പേഷന്റെ ഒരു റീസൺ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. രണ്ടാമത്തെ ഇറഗുലർ ടൈമിങ്സ്, അതായത് നമ്മൾ റെഗുലർ ആയിട്ട് പോകുന്ന സമയങ്ങളിൽ നമുക്ക് പാസ് ചെയ്യാൻ പറ്റാതെ, നമുക്ക് മലം പോകാൻ പറ്റാതെ, നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും പോകുമ്പോൾ ഒരു സമയം ഇല്ലാതെ അല്ലെങ്കിൽ നമുക്കൊരു ടൈം ഇല്ലാതെ നമുക്ക് എപ്പോഴും പോകാനുള്ള ഒരു ടെൻഡൻസി വരിക, അങ്ങനെയുള്ളതും മലബന്ധത്തിന്റെ ഒരു കാരണമാണ്. മൂന്നാമത് മലബന്ധം എന്ന് പറയുന്നത് നമുക്ക് വല്ലാതെ ഹാർഡായിട്ട് പോവുക, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ വല്ലാതെ പ്രഷർ കൊടുക്കേണ്ടി വരിക, ഇങ്ങനെയൊക്കെ വരുന്ന കാരണങ്ങളെല്ലാം നമുക്ക് ഈ പറഞ്ഞ കോൺസ്റ്റിപ്പേഷനിൽ അല്ലെങ്കിൽ മലബന്ധത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് കാരണം, അല്ലെങ്കിൽ എന്താണ് ഈ മലബന്ധത്തിന് കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് ദഹനം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുക, അതായത് ഇൻപ്രോപ്പർ ഡൈജഷൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു മെയിൻ റീസൺ ആണ്. രണ്ടാമത് ഇൻപ്രോപ്പർ ഡയറ്റ്, അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ ഒരു പ്രോപ്പർ അല്ലാത്ത ഡയറ്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് വരുന്ന ഒരു പ്രോബ്ലമാണ് ഈ മലബന്ധം എന്ന് പറയുന്നത്. മൂന്നാമത് ലോ ഫൈബർ കൺസപ്ഷൻ, അതായത് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഫൈബർ ഉൾപ്പെടുത്താതിരിക്കുമ്പോഴും തീരെ ഫൈബർ ഇല്ലാത്ത ഭക്ഷണങ്ങൾ റെഗുലർ ആയിട്ട് കഴിക്കുമ്പോഴും നമുക്ക് മലബന്ധം വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. പിന്നെ ലോ ഇൻടേക്ക് ഓഫ് വാട്ടർ, അതായത് വെള്ളം തീരെ കുടിക്കാതിരിക്കുന്ന ആൾക്കാരിലും, പിന്നെ നാലാമത് വന്നിട്ട് സ്ട്രെസ്, അതായത് ഒരുപാട് സ്ട്രെസ് ഉള്ള ആൾക്കാരിലും നമുക്ക് ഈ മലബന്ധം വരാനുള്ള കാരണങ്ങളെല്ലാം നമുക്ക് ധാരാളമായിട്ട് കാണാം. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിൽ ഇപ്പോ നമുക്ക് ഇതിന്റെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് ഈ മലബന്ധം കൊണ്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് സ്ലീപ്പ് എഫക്റ്റ് ആണ്. നമുക്ക് ശരിയായ രീതിയിലുള്ള ഒരു ഉറക്കം കിട്ടാത്ത ഒരു സാഹചര്യം വരും. പലർക്കും പല രീതിയിൽ കാണുമ്പോഴും ഈ മലബന്ധം അതിന്റെ ഒരു കാരണമായിട്ടാണ് പറയുന്നത്, ഒരു സ്ലീപ്പ് എഫക്റ്റ്. അടുത്തത് പ്രൊഡക്ടിവിറ്റി കുറയല്, നമ്മൾ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ, നമ്മുടെ ആക്ടിവിറ്റികളായിക്കോട്ടെ, അതിന് വല്ലാതെ ഒരു കുറവ് വരാനുള്ള ഒരു സാഹചര്യം ഈ മലബന്ധം കാരണം വരാറുണ്ട്. അതേപോലെ തന്നെ ഇത് കൂടുതൽ ഇങ്ങനെ പ്രഷർ കൊടുക്കുന്നതുകൊണ്ടും കാര്യങ്ങളുകൊണ്ടും നമുക്ക് പൈൽസ് വരുത്ത കാര്യങ്ങൾ വരാനുള്ള ഒരു ചാൻസും കൂട്ടാനായിട്ടുള്ള ഒരു ചാൻസ് നമുക്ക് ഈ മലബന്ധം കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ സാധാരണ രീതിയിൽ കാണുന്ന മലബന്ധത്തിലുള്ള പരിഹാരം എന്ന് പറയുന്നത് ഡോക്ടർ പറഞ്ഞ മാതിരി നമുക്ക് കാസ്ട്രോൾ അല്ലെങ്കിൽ ലിക്വിഡ് പാരാഫിൻ ഓയിലുകൾ കുടിക്കാൻ കൊടുക്കലാണ് ഒരു രീതി നമ്മുടെ ഇന്ന് ഫോളോ ചെയ്തു വരുന്ന ഒരു രീതി ഉള്ളത്. അപ്പോൾ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലിക്വിഡ് പാരാഫിൻ ഒന്ന് വല്ലാത്തൊരു ടേസ്റ്റും സ്മെല്ലും ആയിരിക്കും, അതിന് നമുക്ക് വൊമിറ്റ് ചെയ്യാനുള്ള ചാൻസ്, അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇതുകൊണ്ട് നമുക്ക് വരാറുണ്ട്. രണ്ടാമത് നമുക്കൊരു സിവിയർ ആയിട്ട് ഇങ്ങനെ ഈ മലബന്ധം വന്നിട്ട് പോകാത്ത രീതിയിൽ വരുമ്പോൾ ഡോക്ടേഴ്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ചെയ്യുന്നത് ഒരു ടാബ്ലറ്റ് ഇൻസേർട്ട് ചെയ്യലാണ് ചെയ്യുന്നത്. അതും വളരെ ഒരു സുഖകരമല്ലാത്ത ഒരു അവസ്ഥയാണ് എല്ലാവർക്കും വരാറുള്ളത്. സോ ഇതൊക്കെയാണ് കോമൺ പരിഹാരങ്ങളായിട്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഒരു മെത്തേഡ്. സോ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫുൾ ആൻഡ് ഈസി എന്ന് പറയും. അപ്പോൾ ഫുള്ളായിട്ട് മലബന്ധം ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, നോർമൽ ആളുകൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഇതുള്ളത്. നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 4 ഒരു സ്റ്റാർ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ. അതായത് ITSI എന്നാണ് സാർ പറഞ്ഞത്. അത് ഒന്ന് ഹസ്ക് പൗഡർ ആണ്, ഇസ്ബോൾ എന്നുള്ള ഹസ്ക് പൗഡർ. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞിട്ട് ത്രിഫലാണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ്. മൂന്നാമത്തെ ഇൻഗ്രീഡിയന്റ് സെന്ന എക്സ്ട്രാക്ട്. പിന്നെ നാലാമത്തെ ഇൻഗ്രീഡിയന്റ് വരുന്നത് നിഷോത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുതിയൊരു ഇൻഗ്രീഡിയന്റ് ആയിട്ടാണ് ഡോക്ടർ പറഞ്ഞത്. സോ ഈ 4 ഇൻഗ്രീഡിയന്റ് ആണ് നമുക്ക് മേജർ ആയിട്ട് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൽ വരുന്നത്. സോ അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആ കോമൺ ആയിട്ട് നമുക്ക് ഇത്രയും വരുന്ന പ്രോബ്ലംസിനെ നമുക്ക് ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ഫുൾ ആൻഡ് ഈസി ആയിട്ട് നമ്മുടെ ബൗൾ മൊമെന്റ് കറക്റ്റ് ചെയ്യാനും നമുക്ക് മലബന്ധം ഇല്ലാതെ ഇരിക്കാനും ഒരു സുഖകരമായിട്ടുള്ള ഒരു ദിവസം ഉണ്ടാവാനും വേണ്ടിയിട്ട് നമുക്ക് ഈ പ്രൊഡക്റ്റ് വന്നിട്ട് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. സോ ഈ പ്രൊഡക്റ്റ് വന്നിട്ട് 15 years ആൻഡ് എബോവ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് സാഷേസ് ആയിട്ടാണ് വരുന്നത് ഈ പ്രൊഡക്റ്റ്. സോ 15 years ആൻഡ് എബോവ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അതിൽ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഈ പ്രഗ്നന്റ് വുമൻസ്, ലാക്ടേറ്റിംഗ് മദേഴ്സ്, അതായത് പാല് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന മദേഴ്സിന്, അതേപോലെ തന്നെ പ്രഗ്നന്റ് ലേഡീസിന് എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യണം.
അതേപോലെ തന്നെ ഈ പ്രൊഡക്റ്റിൽ നമ്മൾ പ്രത്യേകം പറയുന്നതാണ്, അതായത് സിവിയർ പൈൽസ് ഉള്ള ആൾക്കാർക്ക് ഇത് റെക്കമെൻഡ് ചെയ്യരുത്. അൾസർ കൂടുതലുള്ള ആൾക്കാർക്ക്, അതേപോലെ തന്നെ ക്യാൻസർ ഒക്കെ ഉള്ള ആൾക്കാർക്ക്, അതുകൊണ്ട് വരുന്ന മലബന്ധം കൊണ്ട് വരുന്ന കാര്യങ്ങൾ ഈ പ്രൊഡക്റ്റിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്ക് ഇത് സാഷേറ്റ് ആയിട്ടാണ് വരുന്നത്. ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒന്നല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഇത് കലക്കി ഉടനെ നമ്മൾ കുടിക്കണം. അതായത് ഇത് കലക്കി വെച്ചിട്ട് ടൈം എടുക്കരുത്, ഇമ്മീഡിയറ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കുടിക്കാൻ പറ്റണം. അല്ലെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ സാഷെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ വായിലേക്ക് ഇത് ഇട്ടതിന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. അധികം നേരം വെച്ചിരിക്കാൻ പാടില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് കുടിക്കാനുള്ളൊരു ഇത് ചെയ്യാം. അതാണ് ഈ പ്രൊഡക്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് വരുന്നത്. സോ റെക്കമെൻഡ് ചെയ്യാൻ പാടില്ലാത്തത് ക്യാൻസറസ് പേഷ്യൻസ്, പ്രഗ്നന്റ് വുമൻസ്, ലാക്ടേറ്റിംഗ് മദേഴ്സ്, എങ്ങനെയൊക്കെയാണ്. സോ ഇതാണ് ഈ പ്രൊഡക്റ്റിന്റെ ഒരു ഓവറോൾ ഇത് ഒരു സെഷെ ബിഫോർ സ്ലീപ്പ്, ഉറക്കത്തിന് മുന്നേ, അതായത് ഭക്ഷണത്തിന് ശേഷം. ഭക്ഷണം കഴിഞ്ഞിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഉറങ്ങുക എന്ന് സാധാരണ പറയുകയാണെങ്കിൽ, ഭക്ഷണത്തിന് ശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാം. ഉറങ്ങണയൊക്കെ കുറച്ച് മുന്നേ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിന് നല്ലൊരു റിസൾട്ട് ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഞരമ്പുകൾ ഉണ്ടാവുന്ന വേദനകള്, അല്ലെങ്കിൽ കൈകാൽ തരിപ്പ്, നമ്മൾ മലയാളത്തിൽ പറയും കൈയും കാലും തരിക്കുക, അല്ലെങ്കിൽ നടക്കാനുള്ള ബുദ്ധിമുട്ട്, ഒരു സ്റ്റിഫ്നെസ്, നമുക്ക് ഒരു മസിലൊക്കെ ടൈറ്റ് ആയ മാതിരി ഫീൽ തോന്നുക, ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞനുസരിച്ചിട്ട് ഇത് വരാൻ 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് മേജർ ആയിട്ട് വരുന്നത് നമുക്ക് ഡയബറ്റിക് പേഷ്യൻസിന് വളരെയധികം ഇത് കണ്ടുവരുന്നുണ്ട്. ഹെവി ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഇത് കണ്ടുവരുന്നുണ്ട്. രണ്ടാമത് നോർമൽ ആൾക്കാരിൽ ഈ പ്രോബ്ലംസ് കണ്ടുവരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് വൈറ്റമിന്റെ കുറവ് കൊണ്ടായിരിക്കാം. ഒന്ന് മേജർ വൈറ്റമിൻ കുറവ് കൊണ്ട് നമുക്ക് ഇതേ പ്രോബ്ലം, ന്യൂറോപ്പത്തിക് പ്രോബ്ലംസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നെർവിൽ എന്തെങ്കിലും ഇഞ്ചുറി ആവുകയാണെങ്കിൽ, അതായത് എന്തെങ്കിലും നമുക്ക് അടിപറ്റോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിയിട്ടോ ഒക്കെ നമ്മുടെ ഞരമ്പുകൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് അതിൽ ഒബിസിറ്റിയാണ്. അതായത് അമിതവണ്ണം മൂലം വരുന്ന പ്രോബ്ലംസ് കൊണ്ടും നമുക്ക് ഞരമ്പിൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ കാണാറുണ്ട്. പിന്നെ നാലാമത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഇൻബാലൻസിങ് അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് വരുന്നതാണ്. അത് ഭൂരിഭാഗം സ്ത്രീകളിലാണ് അങ്ങനെ കണ്ടുവരുന്നത്. ഈ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ട് വരുന്ന ഒരു പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. സോ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള അപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ മെഡിസിൻസ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ മെഡിസിൻ കൊണ്ടൊക്കെ പോരായ്മ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് എപ്പോഴും ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ തരാൻ മാത്രമാണ് നമ്മൾ കൂടുതലും ഇത് ചെയ്യുന്നത്. അതായത് അതുകൊണ്ടുണ്ടാവുന്ന അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ടോ അതിനെ ട്രീറ്റ് ചെയ്യാനോ ഉള്ള രീതിയിലല്ല ഇന്നത്തെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ എപ്പോഴും അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ മരുന്ന് കഴിക്കുമ്പോഴോ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഈ ന്യൂറോപ്പതിക്ക് വരുന്ന ഈ നമുക്ക് ഞരമ്പ് പലതും വന്നിട്ട് നമുക്ക് ഒരുപാട് കാലം മാറാതെ നിൽക്കുന്നതിന്റെ ഒരു മേജർ കാരണം. രണ്ടാമത്, നമ്മൾ നോർമൽ മെഡിസിൻസ് കഴിക്കുമ്പോൾ അതിന് ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഈ ന്യൂറോപ്പതിക് മെഡിസിൻസിന് ഉണ്ടാവാറുണ്ട്. ഒരു പക്ഷേ ഉറക്കം വരിക, ചിലർക്ക് ഉറക്കം വരാതെ ഇരിക്കുക, അല്ലെങ്കിൽ ചിലർ ഓട്ടോമാറ്റിക്കലി വെയിറ്റ് ഗെയിൻ ആയിക്കൊണ്ടിരിക്കുക, ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം വരുന്ന പ്രോബ്ലംസ് വരിക. ഇതെല്ലാം ഇങ്ങനെയുള്ള മെഡിസിൻസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ വരുന്ന ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് കണക്കാക്കാം. മൂന്നാമത്തെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഇതിന്റെ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇതിൽ അഡിക്റ്റ് ആയി പോവാണ്. അതായത് നമുക്ക് ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ടെമ്പററി സൊല്യൂഷൻ കിട്ടുന്നുണ്ട്, നമുക്ക് ഒരിക്കലും ആ മരുന്ന് നിർത്താൻ പറ്റാത്ത ഒരു അവസ്ഥ പലർക്കും വരാറുണ്ട്. അപ്പൊ മരുന്ന് നിർത്തി കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്തൊരു പ്രോബ്ലംസ് വരിക. അപ്പോ അത് നിർത്താതിരിക്കാൻ, അത് കണ്ടിന്യൂസ് കഴിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് സാധാരണ ഇന്ന് കണ്ടുവരുന്ന പല മെഡിസിൻസിലും ഇത് വരുന്നത്. സോ നമ്മുടെ മെഡിസിൻസിൽ വന്നിട്ട് നമുക്ക് ഇതെല്ലാം ഒഴിവാക്കിയിട്ട്, ഇന്ന് ഇപ്പൊ പറയുകയാണെങ്കിൽ നമുക്കിപ്പോ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് വൈറ്റമിന്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ ICMR പുതിയൊരു ടൈമാണ് ഡോക്ടർ പറഞ്ഞത്. അതായത് നമുക്ക് നോർമൽ ICMR വരുന്നത് RDA എന്ന റെക്കമെൻഡ് ഡെയിലി അലവൻസ് ആണ് നമുക്ക് വരുന്നത്. നമുക്ക് ഒരു ദിവസം ഇത്ര കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര മിനറൽസ് കിട്ടും എന്നുള്ള രീതിയിൽ ഉള്ളതെന്ന് നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു അഡീഷണൽ ടൈം, അതായത് ഈ AR എന്നുള്ള ടൈം, എസ്റ്റിമേറ്റഡ് ആവറേജ് റിക്വയർമെന്റ് എന്നുള്ള ടൈമിലേക്ക് നമുക്ക് ഈ പ്രൊഡക്റ്റ് വന്നിട്ട് നമുക്ക് സപ്ലിമെന്റ് ചെയ്ത് തരും. അപ്പൊ നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ നമുക്ക് ഇൻഗ്രീഡിയൻസ് ആയിട്ട് പറയാൻ പറ്റാവുന്നത് ഒരു 4 മേജർ ഇൻഗ്രീഡിയൻസ് ആണ് ഡോക്ടർ എന്ന്
എന്ന് പറഞ്ഞത്, ഒന്ന് നമ്മുടെ ഈ പ്രൊഡക്റ്റിൽ വൈറ്റമിൻസ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഈ ന്യൂറോപ്പത്തിക് പ്രോബ്ലംസ് വരാതിരിക്കാൻ അല്ലെങ്കിൽ ഇത് വന്നത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു വൈറ്റമിൻസ്, വേണ്ടത്ര വൈറ്റമിൻസ് എല്ലാം ഈ പ്രൊഡക്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് മിനറൽസ്, ഇതേ പ്രോബ്ലംസ് എന്തിന്റെ കുറവ് കൊണ്ടാണോ ഈ പ്രോബ്ലംസ് വന്നിട്ടുള്ളത് അത് ഓവർകം ചെയ്യാനുള്ള മിനറൽസ് രണ്ടാമതായിട്ട് ഈ പ്രോഡക്റ്റിൽ നമ്മുടെ ആയുർവേദ ആഡ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത് ആയുർവേദിക് ഹെർബ്സ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർ ഹെർബ്സ് 2-3 നമുക്ക് ഈ പ്രൊഡക്റ്റിന് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാതിരിക്കാനും വന്നത് ക്ലിയർ ആവാനും വേണ്ടിയിട്ടുള്ള ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. നാലാമത് ഡോക്ടർ വന്നിട്ട് PEA എന്ന് പറഞ്ഞൊരു ഇൻഗ്രീഡിയന്റ് ആണ് പറഞ്ഞത്. ആ PEA ഇൻഗ്രീഡിയന്റും ആഡ് ചെയ്തിട്ടുണ്ട്. അത് പാൽമിറ്റോ എത്തനോളമൈഡ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ആ ഇൻഗ്രീഡിയന്റ് ആഡ് ആയിക്കൊണ്ടുള്ള കാരണം കൊണ്ട് നമുക്ക് ഇതിൽ വരുന്ന അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് വളരെയധികം നമ്മുടെ ഈ പ്രൊഡക്റ്റ് സഹായിക്കുന്നതാണ്. അപ്പൊ ഈ പ്രൊഡക്റ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഒരു ഓവർ ക്ലെയിം ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് അറിയില്ല അതിന്റെ റൂട്ട് കോസ് അത് വന്നിട്ടുള്ളത് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഞരമ്പിനുള്ള അല്ലെങ്കിൽ നെർവസിന് പറഞ്ഞ എല്ലാവിധ പ്രശ്നങ്ങളും മാറാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാ എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യാൻ പാടില്ല. രണ്ടാമത് നമുക്ക് ചിലർ പറയില്ലേ, നമുക്ക് ഞരമ്പിന് വളർച്ച കുറവുണ്ടെങ്കിൽ ഞരമ്പ് വളരും നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അങ്ങനെയുള്ള നമ്മുടെ ഓവർ ക്ലെയിമുകളൊന്നും പാടില്ല. ഡയബറ്റിക്കൽ പ്രോബ്ലം കൊണ്ട്, സിവിയർ ഡയബറ്റിക്കൽ പ്രോബ്ലം കൊണ്ട് വന്ന് ഡാമേജ് ആയിട്ടുള്ള പല ഇഷ്യൂസ് ആണെങ്കിൽ അതൊരിക്കലും ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ ടൈപ്പ് പ്രോഡക്റ്റ് ഉണ്ടോ അത് ക്യൂർ ആവില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഓവർ ക്ലെയിമുകൾ നമ്മൾ ഇല്ലാതെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഈ പ്രോഡക്റ്റിൽ. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന മാതിരി ഒരു ലാക്ടേറ്റിംഗ് മദേഴ്സിനോ അല്ലെങ്കിൽ പാൽ കൊടുക്കുന്ന അമ്മമാർക്കോ പ്രഗ്നന്റ് വുമൺസിനോ ഒക്കെ എന്തായാലും ഈ പ്രോഡക്റ്റ് അവോയ്ഡ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അവരുടെ ഫിസിക്കൽ കണ്ടീഷൻ നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഇത് അവോയ്ഡ് ചെയ്യണം നമ്മൾ ഈ പ്രോഡക്റ്റ്. പിന്നെ നമ്മൾ ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടാബ്ലറ്റ് 2 നേരം നമുക്ക് കഴിക്കാം. ഇതിന്റെ ഡോസേജ് എന്ന് പറയുന്നത് ഒരു ടാബ്ലറ്റ് 2 നേരം കഴിക്കാം. എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കാരണം അത് എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കാതെ നമ്മൾ രാവിലെ ഭക്ഷണത്തിന് ശേഷം അങ്ങനെയാണെങ്കിൽ ഇത് കഴിക്കുക. ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിനു ശേഷം നമ്മൾ കുറച്ച് നന്നായിട്ട് വെള്ളം കുടിക്കണം. നമ്മൾ സാധാരണ ഒരല്പം കൂടി വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബോഡിക്ക് നന്നായിട്ട് ഈ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം ഉണ്ടാവും. പിന്നെ ഈ പ്രൊഡക്റ്റിന്റെ ഒരു ഡോസേജ് കണ്ടിന്യൂഷൻ നമ്മൾ പറയുന്ന ഒരു 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ 1 മാസത്തെ ഗ്യാപ്പ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 3 മാസം വേണമെങ്കിൽ നമുക്ക് അടുത്ത കണ്ടിന്യൂറ്റി ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രൊഡക്റ്റിന്റെ ഒരു ഓവറോൾ നമ്മുടെ ഒരു ഫീച്ചേഴ്സ് ഉള്ളത്. സോ വളരെ നല്ല പ്രൊഡക്റ്റ് ആണ് നമുക്ക് ന്യൂറോപ്പതിക്ക് ഇതിൽ വരുന്നത്. ഇനി ബാലൻസ് രാജേഷ് സാർ നമുക്ക് ഇതിന്റെ മാർക്കറ്റിംഗ് ടെക്നിക്സ് അടുത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. नर्व एनर्जी फ्रॉम एलिमेंट्स वेलनेस अगर देंगे तो न्यूरोपैथी हट जाएगा और तमिल में जो कहते हैं वो बन जाएगा तलपति. നമ്മുടെ മൂന്നാമത്തെ പ്രൊഡക്റ്റ്, 3-4 പ്രൊഡക്റ്റ് വന്നിട്ട് നമുക്ക് ഇന്ന് ഡോക്ടർ സാബ് പറഞ്ഞു തന്നത് നമുക്ക് പൈൽസിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ പ്രൊഡക്റ്റിന്റെ പേര് തന്നെ പൈൽസ് CC എന്നാണ്. അതായത് പൈൽസ് CC എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞ മാതിരി നമുക്ക് അതിനെ കെയർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ പ്രൊഡക്റ്റ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ആദ്യം തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, പൈൽസ് എന്താണ് പൈൽസ് എന്നുള്ളത്. അതായത് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് 4 രീതിയിലുള്ള, അതായത് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 അങ്ങനെ 4 ഗ്രേഡിലുള്ള പൈൽസ് ആണ് നോർമലായിട്ട് ഇന്ന് എല്ലാവർക്കും കണ്ടുവരുന്നത്. അതിൽ ഗ്രേഡ് 1 എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള ഒരു ചൊറിച്ചിലും ചെറിയ രീതിയിലുള്ള ഒരു പെയിനും അതേപോലെ തന്നെ നമുക്ക് ഒരു ബാത്റൂം പോകാനുള്ള ഒരു ബുദ്ധിമുട്ടും ഒക്കെ വരുന്നത് നോർമലി വരുന്നത് ഒരു പൈൽസിന്റെ ഗ്രേഡ് 1 സ്റ്റേജ് ആണ് എന്ന് പറയാം. ഗ്രേഡ് 1 ആണ് അത്. രണ്ടാമത്തെ ഗ്രേഡ് വന്നിട്ട് ഗ്രേഡ് 2 ആണ്. ഈ ഗ്രേഡ് 2 ആവുമ്പോൾ ഈ ഗ്രേഡ് 1 എന്ന് കുറച്ചുകൂടി ഒരു സിവിയർ ഇറിറ്റേഷൻ, അതായത് നമുക്കൊരു ഇച്ചിങ്, അതായത് നമുക്ക് വല്ലാത്ത ചൊറിച്ചില് ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഗ്രേഡ് 2 ആവുമ്പോൾ വരുന്നതായിട്ട് കാണാം നമുക്ക്. ഗ്രേഡ് 3 വരുമ്പോൾ നമുക്ക് എന്തായാലും അത് സ്വെല്ലിങ്, അതായത് ചെറിയ രീതിയിലുള്ള വലിയ ഒരു നീര് വീണതായിട്ടോ അല്ലെങ്കിൽ വീക്കം എന്ന് നമ്മൾ പറയുന്ന, മലയാളത്തിൽ വീക്കം എന്ന് പറയുന്നതും നല്ല ബ്ലീഡിങ്, വല്ലാത്ത ചൊറിച്ചില്, വേദന, ഇതെല്ലാം വരുന്ന ഒരു ഘട്ടം, ഒരു ഹെവി ബ്ലീഡിംഗ് ഒക്കെ വരുന്ന ഘട്ടമാണ് ഗ്രേഡ് 3 പൈൽസ് എന്ന് പറയുന്നത്. ഗ്രേഡ് 4 പൈൽസ് വരുമ്പോൾ അത് നേരെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് അതിനെ ഫിസ്റ്റുല എന്ന് വിളിക്കാം. കാരണം അത് പുറത്തേക്ക് തള്ളി വരുന്ന ഒരു അവസ്ഥയിൽ വരുന്നതാണ് ഗ്രേഡ് 4. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പൈൽസിന്റെ ഒരു 4 സ്റ്റേജുകൾ ഉള്ളത്. സോ എന്തുകൊണ്ട് പൈൽസ് ഇന്ന് നമുക്ക് കൂടുതലായിട്ട് ഇന്ന് കാണപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഒരു 3-4 കാരണങ്ങളാണ് ഡോക്ടർ സാർ പറഞ്ഞത്. ഒന്ന് വന്നിട്ട് ഇംപ്രോപ്പർ ഡയറ്റ്, അതായത് നമ്മൾ കഴിക്കുന്ന ജങ്ക് ഫുഡുകൾ, സ്പൈസി ഫുഡ്സ്, ടൂ മച്ച് ഓഫ് ഓയിലി ഫുഡ്സ്, ഇതെല്ലാം വന്നിട്ട് ഒരു ഇംപ്രോപ്പർ ഡയറ്റ് കൊണ്ട് നമുക്ക് പൈൽസ് വരാനുള്ള ഒരു ചാൻസ് ഡോക്ടർ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ
ടൈം സിറ്റിംഗ്, അതായത് നമ്മൾ ഒരുപാട് നേരം, പ്രത്യേകിച്ച് നമ്മൾ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാര്, അവർക്ക് ഒരുപാട് നേരം നമ്മൾ ഒരേ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഈ പൈൽസ് വരാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് എക്സസൈസിന്റെ കുറവുകൾ കൊണ്ട് നമുക്ക് ഒരു ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ടും നമുക്ക് പൈൽസ് വരാനുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ ലോ ഇൻടോക്ക് ഓഫ് വാട്ടർ, അതായത് നമ്മൾ ദ്രവരൂപത്തിലുള്ളത്, എസ്പെഷ്യലി നമുക്ക് വെള്ളം ഒന്ന് തീരെ വളരെ കുറവ് കുടിക്കുന്ന ആൾക്കാർക്കും വന്നിട്ട് ഇത് വന്നിട്ട് നമുക്ക് പൈൽസ് വരാനുള്ള ഒരു ചാൻസ് ആയിട്ട് ഡോക്ടർ പറഞ്ഞു. പിന്നെ അൺഹെൽത്തി അല്ലെങ്കിൽ അൺടൈം പോട്ടി ഹാബിറ്റ്സ്, അതായത് ശരിയായ സമയത്ത് പോവാതിരിക്കുക, അതായത് നമുക്ക് ഒരു റൊട്ടീൻ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഒരു ബാത്റൂം പോകുന്നുള്ള ഫീലിംഗ് ഉള്ള സമയത്ത് നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്യപ്പെടുക, പിന്നെ നമ്മൾ ഇറഗുലർ ആയിട്ടുള്ള ടൈമിൽ പോവുക, ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് പൈൽസ് വരാനുള്ള ഒരു കാരണമായിട്ടാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ നമുക്കിന്ന് നിലവില് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഒരു പൈൽസിന്റെ ഒരു ട്രീറ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒന്ന് ചെറിയ ട്രീറ്റ്മെന്റ്, ഒരു ടാബ്ലറ്റ്സ് പ്ലസ് ലോക്കൽ അപ്ലിക്കേഷൻസ്. അതായത് ഈ പൈൽസ് ഉള്ള ഭാഗങ്ങളിൽ നമുക്ക് പല രീതിയിലുള്ള ഓയിൻമെന്റ്സുകൾ യൂസ് ചെയ്യാൻ പറ്റും. അത് അപ്പോ ആ ചൊറിച്ചിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ വേദനകളോ അങ്ങനെയെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് എഫക്ട് നമുക്ക് അപ്പോൾ നിലവിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെമ്പററി സൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഉള്ളത്. പിന്നെ ഗ്രേഡ് 4ലേക്കൊക്കെ പോകുമ്പോൾ അതിന് സർജറി മാത്രമാണെന്ന് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ചികിത്സാ രീതികൾ ഇതിൽ വരുന്നത്. സോ നമുക്ക് ഇതിനെ വന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം, അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ ഈ പ്രൊഡക്റ്റ് വന്നിട്ട് നമ്മൾ കെയറും കൺട്രോളാണ് കൂടുതലായിട്ട് നമ്മൾ നോക്കുന്നത്. സോ നമുക്ക് പൈൽസ്, അതായത് ഡോക്ടർ പറഞ്ഞത് 1, 2 സ്റ്റേജിലുള്ള ആൾക്കാർക്ക് 3 സ്റ്റേജ് വരെ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാം ഈസി ആയിട്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റേജിനെ ഉപയോഗത്തിൽ കുറച്ച് നമുക്കത് ഗ്രാജുവലി ഇല്ലാതാക്കാൻ, കണ്ടിന്യൂസ് യൂസ് കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഒരു 10 ദിവസം കഴിച്ചോണ്ടോ 15 ദിവസം കഴിച്ചോണ്ടോ ഈ പ്രൊഡക്റ്റിന് എഫക്ട് ഉണ്ടെന്ന് ഒരിക്കലും പറയരുത്. അപ്പൊ ഒരു ഗ്രാജുവലി ഈ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പൈൽസ് വരാനുള്ള കാരണങ്ങളിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും ഒഴിവാകാൻ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ നമ്മുടെ പൈൽസ് ഇതിന് വന്നിട്ട് നമുക്ക് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കൺട്രോൾ ചെയ്യുമ്പോൾ, അതായത് നമുക്ക് ഒരു സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ ആ സ്വെല്ലിങ്ങിനെ കുറച്ചു കൊണ്ടുവരിക, ഇച്ചിങ് ഉണ്ടെങ്കിൽ അതിനെ കുറച്ചുകൊണ്ട് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുകൊണ്ട് ഉപയോഗിക്കുന്നത്. സ്പെഷ്യലായിട്ട് ഡോക്ടർ എന്ന് കാര്യം കൊണ്ട് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് നമ്മൾ ക്ലീൻ ആൻഡ് ഈസി എന്നുള്ള പ്രൊഡക്റ്റും കൂടി ഇതിനോട് കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ 100% വന്ന് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതകളും നമുക്കുണ്ട്. കാരണം ഗ്രേഡ് 1, ഗ്രേഡ് 2 എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയറക്റ്റ് ഫിസ്റ്റുലുള്ള ഒരാൾക്ക് പോയിട്ട് നമുക്കിത് കൊടുത്തിട്ട് കംപ്ലീറ്റ് ക്യൂർ ഒരിക്കലും നിങ്ങൾ പ്രോമിസ് ചെയ്യരുത്. സോ ഇതൊക്കെയാണ് ഇതിൽ ഒരുപാട് ഹെർബ്സ് ഡോക്ടർ പറഞ്ഞു. അപ്പൊ അതില് ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തരാം, കാരണം ആ ഹെർബ്സിനെ കുറിച്ച് എനിക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഒരുപാട് ഹെർബ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ വളരെയധികം എഫക്റ്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രണ്ടാമത് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു ക്രീം കൂടി തന്നിട്ടുണ്ട്. അതായത് ഒരു സിവിയർ ആയിട്ട് നിൽക്കുന്ന നേരത്ത് നമുക്ക് ഇമ്മീഡിയറ്റ് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രീമും കൂടിയിട്ട് ഇതിന്റെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഈ ക്രീമിന്റെ ഉള്ളിൽ ഒരു ട്യൂബ് അല്ലാതെ ഒരു ആപ്ലിക്കേറ്റർ ഉണ്ട്. ആ ആപ്ലിക്കേറ്റർ അതിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ പൈൽസ് ഉള്ള ഭാഗങ്ങളിൽ നമുക്ക് അത് പൈൽസിലേക്ക് അത് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇമ്മീഡിയറ്റ് റിലീഫ്, അതായത് വല്ലാത്ത പുകച്ചിലോ വേദനയോ ഒക്കെ ഉള്ളതിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലീഫ് അതുകൊണ്ട് കിട്ടും. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഈ പ്രോഡക്റ്റ്. സോ ഗ്രേഡ് 2, 3 ഒക്കെ ഉള്ള ആൾക്കാർ കമ്പൽസറി ആയിട്ട് ഈ 2 പ്രോഡക്റ്റും കൂടി യൂസ് ചെയ്യണം. 2 അല്ല, ഞാൻ പറയും 3 പ്രോഡക്റ്റ് ആണ് ഡോക്ടർ പറഞ്ഞത്. നമ്മുടെ ക്ലീൻ ആൻഡ് ഈസിയും നമ്മുടെ ടാബ്ലറ്റും ഇതും കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ബെനിഫിറ്റ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഈ ട്യൂബും ആപ്ലിക്കേറ്ററും വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണം. അത് വന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് നമ്മൾ എടുത്തു വെക്കണം. അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയൊന്നും നമ്മൾ ഉണ്ടാക്കരുത്. വളരെയധികം ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണം. പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ആസ് ഇറ്റ് ഈസ് നമ്മുടെ യൂസേജ് വന്നിട്ട് പ്രൊഡക്റ്റ് 2 a day, രാവിലെയും 1 വൈകിട്ടും നമുക്ക് കഴിക്കാം. ഈ ടാബ്ലറ്റ് വന്നിട്ട് നമുക്ക് 2 a day ആണ് നമുക്ക് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ പ്രൊഡക്റ്റ് നമുക്ക് ആ രീതിയിൽ ഒരിക്കലും നമ്മൾ തെറ്റായ രീതിയിൽ ഇത് പ്രൊമോട്ട് ചെയ്യപ്പെടരുത്, ഇതിന്റെ പ്രൊഡക്റ്റിന്റെ യൂസേജ്. സോ ഗ്രേഡ് 4 വരെയാണെങ്കിൽ അത് മേ ബി നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് അത് കുറവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഒരിക്കലും ഡയറക്ട്ലി ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ് ടു ഗ്രേഡ് 3 വരെയുള്ള പൈൽസിനെയാണ് നമുക്ക്. ഗ്രേഡ് 3 ആണെങ്കിൽ ഇമ്മീഡിയറ്റ് എഫക്റ്റുള്ള ഗ്രേഡ് 2ലേക്ക് കൺവേർട്ടായി സ്ലോലി 1ലേക്ക് കൺവേർട്ടായിട്ട് അത് ക്യൂർ ആവാവുന്ന അല്ലെങ്കിൽ കെയർ ചെയ്ത് കൺട്രോൾ ചെയ്ത് പോകാവുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ പ്രൊഡക്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ഓൾ ടുഗദർ നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ ഒരു ബെനിഫിറ്റ്സ് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യും. In other words, piles ban gaya smiles.
പൈൽസ് ഉള്ള ആൾക്കാരും ഒന്ന് പൈൽസ് വരാൻ പോകുന്ന ആൾക്കാരും എന്നുകൊണ്ടാണ് സാർ വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തത്. അതായത് ഇന്നത്തെ ഒരു ഹെൽത്ത് കണ്ടീഷനിലോ ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലോ വന്നിട്ട് ഇന്ന് നമ്മൾ ഈ പറഞ്ഞ ഇരുന്നുകൊണ്ട് ഒരുപാട് നേരം ജോലി ചെയ്യുന്ന ആൾക്കാരും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സ്പൈസി ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ് കഴിക്കുന്ന ആൾക്കാരും ഒക്കെ ആകുമ്പോൾ ഡെഫിനറ്റ്ലി വന്നിട്ട് ഇന്ന് എല്ലാവർക്കും ഇന്ന് ഇതിന്റെ ഒരു ആവശ്യമില്ല. അതായത് നമ്മൾ ഇന്ന് പ്രൊഡക്റ്റിൽ പറയുകയാണെങ്കിൽ പൈൽസ് വരാൻ പോകുന്ന ആൾക്കാരുടെ ആണ് നമുക്ക് കൂടുതൽ കാണുന്നത്. അതായത് നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് ഉപയോഗപ്പെടാവുന്ന എന്താണ് നമ്മുടെ അഡ്വാൻറ്റേജ് എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്ക് വളരെ ഈസി പറയാം. അതായത് ഒരു പൈൽസ് ഉള്ള ആളെയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഈ ഈ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇമ്മീഡിയറ്റ് വരുന്ന പെയിൻസ് കാര്യങ്ങൾ എല്ലാം ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് അഷുർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതായത് വളരെ നമുക്ക് ആ എന്താ പറയാ ലെസ് പെയിൻ, അതായത് നമുക്ക് വേദന വളരെയധികം അവർക്കുണ്ടാകുന്ന വേദന വളരെയധികം കുറയ്ക്കുവാനും അത് ചെറിയ കോസ്റ്റിൽ, അതായത് ഇന്ന് മാർക്കറ്റിലെ പല പ്രൊഡക്റ്റും ഹെവി കോസ്റ്റ് കൊടുത്തിട്ടാണ് അത് ഇന്ന് ആപ്ലിക്കേറ്റർ അതായത് ഈ ക്രീമുകളും കാര്യങ്ങളും യൂസ് വരുന്നത്. അത് ചെറിയ കോസ്റ്റിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ്. എങ്ങനെയാണ് നമ്മുടെ എലിമെന്റ്സ് വെൽനെസിന്റെ ടാബ്ലറ്റും ഇതും നമുക്ക് ഒരു പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് ചോദിക്കാനും നമുക്ക് പറയാം. നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവുന്ന ഈ പൈൽസ് ഉണ്ടാവുന്ന പെയിൻ ഒരു ഡ്രാസ്റ്റിക്കലി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർ സാധിക്കും. അതേമാതിരി തന്നെ അവർക്ക് ഉണ്ടാവുന്നത് ചെറിയ ബ്ലീഡിങ് വരുന്നത്, സ്വെല്ലിങ്, അതായത് വരുന്ന നീര് വന്നിട്ടുള്ള അവസ്ഥ, അതെല്ലാം നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന യൂസേജ് ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഈ ബ്ലീഡിങ്ങും സ്വെല്ലിങ്ങും അവർക്ക് ഉണ്ടാവുന്ന പെയിനുകളും കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം നമുക്ക് അവരോട് പറയാം. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഫോർ എലിമെന്റ്സ് വെൽനസ് പൈൽ CC ടാബ്ലറ്റ്? അതായത് നമ്മുടെ ടാബ്ലറ്റിന്റെ എന്താണ് ബെനിഫിറ്റ് എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം. അതായത് നമുക്ക് ഇൻഫ്ലമേഷൻ, അതായത് വീക്കം എഫക്റ്റഡ് ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ വീക്കം കുറയ്ക്കാനായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് സഹായിക്കും. രണ്ടാമത് പെയിൻ റിലീഫ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് അഷുർ ചെയ്യാൻ പറ്റും. ഗ്രേഡ് 1 to grade 3 എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ 4 ഗ്രേഡ് ഉണ്ട് നമ്മൾ പഠിച്ചു. അപ്പോൾ നമുക്ക് 1, 2, 3 അങ്ങനെയുള്ള 3 ഗ്രേഡിലുള്ള ഇതിലാണ് നമുക്ക് പെയിൻ റിലീഫും നമുക്ക് കാര്യങ്ങളൊക്കെ ഇത്തിരി കൂടി അഷുർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബോൾ മൂവ്മെന്റ്, അതായത് നമുക്ക് മലബന്ധം ഇല്ലാതെ നമുക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഈ പൈൽസിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് ഒരു സിവിയർ ആയിട്ടുള്ള മലബന്ധം വരുന്നതും അതിനോടനുബന്ധിച്ച് വളരെയധികം പെയിൻ വരുന്നു, പിന്നെ ബ്ലീഡിങ് വരുന്നു എന്നുള്ളതൊക്കെ. സോ അതിനോടനുബന്ധിച്ച് വരുന്ന ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബൗൾ മൂവ്മെന്റ് നമുക്ക് അഷുർ ചെയ്യാൻ പറ്റും ഈ പ്രൊഡക്റ്റ്. സോ എന്താണ് നമ്മുടെ പ്രൊഡക്റ്റിലെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ? അത് എന്താണ് മെയിൻ ഇൻഗ്രീഡിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ സാർ പറഞ്ഞൊരു കാര്യമാണ്. ഒരുപാട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് HA13 അങ്ങനെയുള്ള ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ആ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. അതിനെ കുറിച്ച് നമുക്ക് പറയാം. നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അതർ പ്രൊഡക്റ്റ് ആയിട്ട് എന്താണ് വ്യത്യാസം എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും, നമ്മൾ എലിമെന്റ്സിന്റെ വെൽനസിന്റെ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് മാർക്കറ്റിലുള്ള ബാക്കിയുള്ള പ്രൊഡക്ട്സ് ആയിട്ടുള്ള ഡിഫറൻസ് നമ്മൾ എന്നും പറയാറുണ്ട്. സോ നമ്മുടെ പ്രൊഡക്റ്റിന്റെ എന്താണ് ഈ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്റെ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമ്മൾ സ്പെഷ്യൽ ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഈ പെയിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ആയുർവേദത്തിൽ കണ്ടെത്തിയിട്ടുള്ള നീര് വരാതിരിക്കാനും വന്ന നീര് പോവാനും, അതായത് സ്മൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ ബൗൾ മൂവ്മെന്റ്സ് നടത്താനും ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സേഫും ഒരു ലോങ് ടൈം യൂസ് ചെയ്താലും അതിനോട് ഒരു പ്രോബ്ലം വരാത്ത രീതിയിലുള്ള അത്രയും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അവർക്ക് വേണ്ടത് ഒരു ക്ലീൻ ആയിട്ടുള്ള ബോൾ മൂവ്മെന്റ് ആണ്. അത് കിട്ടുന്നു, പൈൽസിന്റെ പ്രോബ്ലം വരുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ഇത്തിരി കൂടി ഈസിയാണ്. അതായത് ബാക്കിയുള്ള പ്രൊഡക്ട്സ് വന്നിട്ട് ഒരു ടെമ്പററി സൊല്യൂഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് കൊണ്ട് ഒരു പെർമനന്റ് സൊല്യൂഷനിലേക്ക് ഈസി ആയിട്ട് അവർക്ക് എത്താൻ പറ്റും. അതാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഡോസേജ് എസിറ്റി സാർ പറഞ്ഞു, ഒരു ടാബ്ലറ്റ് രണ്ട് നേരമായിട്ട് കഴിക്കാം നമുക്ക്. സോ ആരാണ് നമ്മുടെ ടാർഗറ്റ് കസ്റ്റമർ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് നമ്മുടെ 13 ഹെർബ് കോമ്പിനേഷൻ ആണ് ഇതിൽ വരുന്നത്. അതായത് നമ്മുടെ പ്രൊഡക്റ്റിൽ 13 ടൈപ്പ് ഓഫ് വ്യത്യസ്തമായ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുള്ളത് 13 ടൈപ്പ് ഓഫ് ഇതാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ ക്രീം യൂസ് ചെയ്യുകയാണെങ്കിൽ ലോക്കൽ കൂളിംഗ് എഫക്ട് കിട്ടുന്നു. അതായത് ടാബ്ലറ്റ് അല്ലാതെ ക്രീം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലോക്കൽ കൂളിംഗ്, അതായത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ, ആ ഇച്ചിങ്ങിനും ഇതിനും കൂടിയിട്ടുള്ള പെട്ടെന്നുള്ള ഒരു ഡ്രാസ്റ്റിക്കൽ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സർജറി ഇല്ലാതെ തന്നെ, ഐ മീൻ 4th സ്റ്റേജ് അല്ലാതെ 3rd സ്റ്റേജ് വരുന്നവരേക്കും 4th സ്റ്റേജിലേക്ക് പോകാതെ തന്നെ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്.
സോ നമുക്ക് ഈ അപ്ലിക്കേറ്റർ കൊണ്ട് നമ്മുടെ ക്രീം വന്നിട്ട് നമുക്ക് ബിഫോർ ബെഡ് ടൈം ഉറങ്ങാൻ പോണേക്ക് മുന്നേ നമുക്ക് ഹാഫ് ആൻ അവർ ബിഫോറോ അല്ലെങ്കിൽ കുളിക്കണേക്ക് അരമണിക്കൂർ മുന്നേ നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് പിന്നെ സാറ് പിന്നീട് പറഞ്ഞത് മാർക്കറ്റ് സൈസ് ആണ്. അതായത് ഇന്ന് നമ്മൾ പറഞ്ഞ രീതിയിൽ, അതായത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ള സ്റ്റഡി, ഈ സാർ ഇന്ന് KKR സാർ പറഞ്ഞ എല്ലാ റിസർച്ചുകളും വന്നിട്ട് പല പല ജേണൽസ് പബ്ലിഷ് ചെയ്തെന്ന് എടുത്തിട്ടുള്ളതാണ്. അല്ലാതെ നമ്മൾ വെറുതെ ഒരു ഫിഗർ പറയുന്നതല്ല. ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ 15 കോടി പേർക്ക് ഇന്ന് പൈൽസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ള ഇതായിട്ടാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അതായത് നമ്മൾ ഇന്ന് കാണുന്ന 9 പേരിൽ ഒരാൾ പൈൽസിനോട് അനുബന്ധിച്ചുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ഒരാളായിരിക്കും, അവർക്ക് ഫീൽ ചെയ്യുന്ന ആളായിരിക്കും. അപ്പോ അതാണ് നമ്മുടെ മാർക്കറ്റ്. സോ ഇന്ന് മാർക്കറ്റ് സൈസ് വന്നിട്ട് 35,000 to 95,000 ക്രോർസിന്റെ മാർക്കറ്റാണ് ഇന്നുള്ളത്. സോ നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ കാണുന്ന ഒരു 15 പേര് നമ്മുടെ പ്രൊഡക്റ്റ് മിനിമം 10%, ഇന്ന് നമ്മളിപ്പോ കാണുന്ന ഈ പറഞ്ഞ മാർക്കറ്റ് സൈസായ 15 കോടി ആൾക്കാര് 10% ആൾക്കാരെ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റുകളുടെ കോസ്റ്റ്, നമ്മളൊരു അപ്ലിക്കേറ്ററും അതായത് ക്രീമും ടാബ്ലറ്റും എല്ലാം കൂടി ഇത് 995 റുപ്പീസിന്റെ ഒരു കോംബോ ആയിട്ടാണ് നമുക്ക് പറയുന്നത്. ഇത് കൊടുക്കാൻ പറ്റി കഴിഞ്ഞാൽ വർഷത്തിൽ 2 പ്രൊഡക്റ്റ് അവർക്ക് വിൽക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി മാത്രം ഈ മാർക്കറ്റിൽ 3050 കോടിയുടെ ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ്, ഈ 2 പ്രൊഡക്റ്റും കൂടിയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. സോ അതാണ് നമ്മുടെ മാർക്കറ്റ് സൈസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ഇന്ന് സാർ തന്നത്. സോ റെസ്റ്റ് തിങ് എല്ലാവരും നല്ല രീതിയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ക്ലിയർ ചെയ്യാം.